ഈ തോട്ടയുമായി എന്തിനുള്ള പുറപ്പാടെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. കുറച്ച് ദിവസങ്ങളായി നോട്ടമിട്ടിരുന്ന ആത്തപ്പഴങ്ങൾ പറിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കുട്ടിപ്പട്ടാളത്തെയും കൂട്ടി ആത്തമരം ലക്ഷ്യമാക്കി നടന്നത്. എനിക്ക് ഒരുപാട് പഴങ്ങൾ സമ്മാനിച്ച മരമാണിത്. എനിക്ക് കിട്ടിയ ആത്തപ്പഴങ്ങളെക്കാൾ കൂടുതൽ വവ്വാലുകൾക്കും അണ്ണാനും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നതാവും ശരി. ബാക്കി നിന്ന കുറച്ച് കായകൾ ഇന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കായകൾ പറിച്ചെടുക്കുന്നതിൽ എന്നേക്കാൾ കൂടുതൽ ആവേശം കുട്ടിപ്പട്ടാളത്തിനായിരുന്നു. ആത്തക്കായകൾ നിലത്ത് വീഴാതെ പറിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും കായകൾ നിലത്ത് വീഴാതിരിക്കാൻ ബെഡ്ഷീറ്റ് വലിച്ചു പിടിക്കാൻ മതിൽ തടസ്സമായതിനാൽ കായകൾ നിലത്ത് പറിച്ചിടുകയേ മാർഗമുണ്ടായിരുന്നുള്ളൂ. മതിലിനപ്പുറത്തേക്ക് വീഴുന്ന ഓരോ കായകളും ഓടിച്ചെന്നെടുത്തുകൊണ്ട് ഒരു ജേതാവിന്റെ ഭാവത്തിലാണ് കുട്ടികൾ തിരികെ വന്നത്. കായ പറിച്ചുകൊണ്ടിരുന്ന തോട്ട എനിക്കും ഇടയ്ക്ക് ഒരു പണി തന്നു. തോട്ടയുടെ ഒരു ഭാഗം ഇളകി മരത്തിൽ ഇരിപ്പായി. എന്നാൽ വലിയ ആയാസമില്ലാതെ തന്നെ വേർപെട്ടു പോയ തോട്ടയുടെ ഭാഗം താഴെ ഇറക്കി രണ്ടു ഭാഗങ്ങളും ഒന്നുകൂടി ഉറപ്പിച്ച് വീണ്ടും ആത്തക്കായകൾ പറിച്ചെടുക്കുന്നത് തുടർന്നു. താഴെ വീണ ഒരു ചില്ലയിലുണ്ടായിരുന്ന ആത്തക്കായകൾ കുട്ടിപ്പട്ടാളം നിമിഷ നേരം കൊണ്ട് പറിച്ചെടുത്തു. കയ്യിൽ കിട്ടിയ ആത്തക്കായകളുമായി സന്തോഷത്തോടെ നടന്നു നീങ്ങിയ അവരുടെ പിന്നീടുള്ള തർക്കം ആർക്കാണ് ഏറ്റവും വലിയ ആത്തക്ക കിട്ടിയെന്നുള്ളതായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.